CMA USA കംപ്ലീറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന പല പിള്ളേരും നമ്മൾ ചോദിക്കാറുണ്ട് ഇനി കുറച്ചുകൂടി എക്സ്പോഷർ ഇൻക്രീസ് ചെയ്യണം എന്നുള്ളത്. അപ്പം അവരോടൊക്കെ ഇനി നെക്സ്റ്റ് ഏത് കോഴ്സാണ് ചെയ്യേണ്ടത് ചോദിക്കാറുണ്ട്. എനിക്കൊരു ഡൗട്ടില്ലാതെ ഞാൻ അവരോട് പറയാറുണ്ട് CPA USA എന്നുള്ളത്. നമ്മൾ CMA USA നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് ഫീൽഡിലാണ് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. അവർ CPA USA കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓഡിറ്റിംഗ് ഫീൽഡിൽ, ടാക്സ് ഫീൽഡിൽ, അഡീഷണൽ ആയിട്ട് ഫിനാൻസിങ് ഫീൽഡിലും കൂടെ അവർക്ക് എക്സ്പോഷർ കിട്ടുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ഓഡിറ്റ് ആൻഡ് ടാക്സേഷൻ ഒരു ബെസ്റ്റ് കോംബോ ആണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. യെസ്. അപ്പോൾ അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ CPA ഫാർ എന്ന് പറയുന്ന ടോപ്പിക്സ് നമ്മൾ നോക്കാൻ CMA റിപ്പോർട്ടിംഗ് ഏകദേശം കുറച്ച് കണക്റ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ബാർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം നോക്കാം വേരിയൻസ് അനാലിസിസ്, ബജറ്റിംഗ്, ലോങ് ടേം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതൊരു കോസ്റ്റിംഗ്, ഇതൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് പറയുന്ന ഒരു 1.5 പേപ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് CMA തന്നെ ഏകദേശം CPA വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് CMA USA ആണെങ്കിലും CPA USA ആണെങ്കിലും രണ്ടും US പ്രൊഫഷണൽ അക്കൗണ്ടിങ് ആണ്. ഓക്കെ, അത് നമ്മൾ നോക്കുമ്പോഴേനും ഈ CMA USA കഴിഞ്ഞ ഒരാൾക്ക് CPA USA പോകുമ്പോഴേനും ആ എക്സാം പാറ്റേൺ പെട്ടെന്ന് കിട്ടും. സോ അതും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഈ CPA USA എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് കോഴ്സായിട്ട് നമുക്ക് പറയാൻ പറ്റും.